ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിൽ 2 പഴയ ഡ്രസ്സുണ്ട്, ഒരു ജാക്കറ്റും ഒരു ജീൻസും ഉണ്ട്. അപ്പം ഈ ജാക്കറ്റ് എന്ന് പറയുന്നത് ലൈറ്റ് ബ്ലൂ കളറായിരുന്നു, പക്ഷേ അതിപ്പം ഇടാൻ പറ്റാത്ത രീതിയിൽ അതൊരു വൈറ്റ് പോലെയൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ജീൻസിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഫെയ്ഡ് ആയിട്ടുണ്ട് കളറ്. അപ്പം നമ്മൾ കരുതി ഇതിൽ രണ്ടിലും കളറ് ഒന്ന് ഡൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു 10 രൂപയുടെ പാക്കറ്റ് കളറാണ്. ഇതൊരു ഡാർക്ക് നേവി ബ്ലൂ പോലത്തെ ഒരു കളറാണ്. അപ്പോൾ നമുക്ക് ഇത് കളറൊന്ന് ഡൈ ചെയ്ത് നോക്കാം, എന്താവുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ വെള്ളം നല്ലതുപോലെ തിളച്ച് വരണം. നല്ലതുപോലെ ചൂടായി തിളച്ച് വന്നതിന് ശേഷം മാത്രമേ അതിൽ ഈ ഒരു പൊടി ഇട്ട് കൊടുക്കാവൂ. അപ്പോൾ നമ്മൾ ഈ ഒരു 10 രൂപയുടെ പാക്കറ്റ് പൊടി അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളതിൽ കല്ലുപ്പുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. നമ്മളിവിടെ പൊടി ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് അതൊന്ന് തിളച്ച് വരണം. നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം മാത്രമേ തുണി അതിൽ മുക്കി വെക്കാവൂ. അപ്പോൾ നമ്മൾ കലക്കി വെച്ച കളർ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചു. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കോട്ടും അതുപോലെ തന്നെ ജീൻസും കൂടെ ഡിപ്പ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ആദ്യം തന്നെ കോട്ടാണ് മുക്കി വെക്കുന്നത്. ഒരു കമ്പ് വെച്ച് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ അധികം ഇതിൽ ഇട്ട് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൗസൊക്കെ യൂസ് ചെയ്ത് ചെയ്യാം. കുറച്ച് സമയം കളർ പിടിക്കാൻ വേണ്ടിയിട്ട് അതിൽ തന്നെ മുക്കി വെച്ചേക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ജീൻസും കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ജീൻസിൽ ഇടയ്ക്ക് മാത്രമേ കളറുള്ളൂ, വലിയ കളർ ചേഞ്ച് വരാനുള്ള സാധ്യത ഇല്ല. എന്നാലും നമുക്കത് മുക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ കളറൊക്കെ മുക്കി വെച്ചിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡയറക്റ്റായിട്ട് തന്നെ എടുത്ത് വിരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പ്ലെയിൻ വാട്ടറിലൊന്ന് കഴുകിയിട്ട് ഉണക്കിയെടുക്കാവുന്നതാണ്. നമ്മളിവിടെ കഴുകുന്നില്ല, ഡയറക്റ്റ് തന്നെ ഇത് എടുത്ത് പിഴിഞ്ഞ് വിരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോട്ടും കൂടെ വിരിക്കാം. ഇനി ഇത് ഉണങ്ങി റെഡിയായി വന്നിട്ടുള്ള റിസൾട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. വൈറ്റ് കളർ പോലെ ഇരുന്ന കോട്ട് ഇപ്പോൾ കളറൊക്കെ ആയിട്ടുണ്ട്. പുറത്തിട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലേക്ക് തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കളർ മേടിച്ച് പഴയ തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഡൈ ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.